സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ സ്വർണം നേടിയ സിസ്റ്റർ സബീന മിന്നും താരമായി മാറിയിരിക്കുകയാണ്. മന്ത്രി വി ശിവൻകുട്ടി അടക്കമുള്ള ആളുകൾ ഫേസ്ബുക്കിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പ് സബീനയുടെ വിജയം മിന്നും വിജയമാക്കി മാറ്റി. സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ സ്വർണം നേടിയ സിസ്റ്റർ സബീനയ്ക്ക് അഭിനന്ദന പ്രവാഹങ്ങളാണ്. മന്ത്രി വി ശിവൻകുട്ടി തന്നെ ഫേസ്ബുക്കിൽ അഭിനന്ദനങ്ങൾ അറിയിച്ചുകൊണ്ടുള്ള കുറിപ്പിട്ടു. മാനന്തവാടി ദ്വാരക AUP സ്കൂളിലെ കായിക അധ്യാപികയായ സിസ്റ്ററുടെ ഈ നേട്ടം വിദ്യാഭ്യാസ വകുപ്പിന് തന്നെ അഭിമാനകരമാണ് എന്നാണ് മന്ത്രി ശിവൻകുട്ടി വിശേഷിപ്പിച്ചത്. 55 വയസ്സ് പിന്നിട്ടിട്ടും തന്റെ കന്യാസ്ത്രീ വേഷത്തിൽ മത്സരത്തിനിറങ്ങി നേടിയ ഈ വിജയം ഇച്ഛാശക്തിയുടെ പ്രതീകമാണ്. പ്രായമോ സാഹചര്യങ്ങളോ ഒരു ലക്ഷ്യത്തിനും തടസ്സമല്ല എന്ന് സിസ്റ്റർ സ്വന്തം ജീവിതം കൊണ്ട് തെളിയിച്ചിരിക്കുന്നു. തന്റെ വിദ്യാർത്ഥികൾക്കും പൊതുസമൂഹത്തിനും ഒരുപോലെ പ്രചോദനമാണ് ഈ അധ്യാപികയുടെ അർപ്പണബോധം എന്നാണ് എല്ലാ ഭാവുകങ്ങളും നേർന്നുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി സിസ്റ്റർ സബീനയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. ജീവിതത്തിലെ തടസ്സങ്ങളെല്ലാം മറികടന്ന് എത്തിയതുകൊണ്ടാവാം ഒരുപക്ഷെ ഹഡിലുകൾ ഒന്നും സിസ്റ്റർ സബീനയ്ക്ക് തടസ്സമാകാതിരുന്നത്. മുൻ കായിക താരവും ദ്വാരക AUP സ്കൂളിലെ കായികാധ്യാപികയുമായ സിസ്റ്റർ പങ്കെടുത്ത ആദ്യ മാസ്റ്റേഴ്സ് മീറ്റിൽ തന്നെ സ്വർണം നേടി. 56 വയസ്സിന് മുകളിലുള്ളവരുടെ 80 മീറ്റർ ആണ് മത്സരിച്ചത്. 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ദേശീയ മത്സരത്തിൽ പങ്കെടുത്തുവെന്നും കോളേജ് പഠനകാലത്തിൽ അന്തർ സർവകലാശാല മത്സരങ്ങളിൽ നിന്നും വിജയിയായിട്ടുണ്ടെന്നും സിസ്റ്റർ സബീന പറയുന്നു. സിസ്റ്റർ സബീന AUP ദ്വാരക സ്കൂള് ആരാധന മഠത്തിലെ അംഗമാണ്. പിന്നെ ഇവിടെ 80 മീറ്റർ ഹഡിലിൽ പങ്കെടുത്തു. 55+ൽ മത്സരത്തിൽ അങ്ങനെ പങ്കെടുക്കാറില്ല. പക്ഷേ എൻ്റെ റിട്ടയർമെന്റ് ഒക്കെ ആയിരുന്നേ മാർച്ചിൽ തീരും. അപ്പം ഞാൻ വിചാരിച്ചൊന്ന് പങ്കെടുക്കാമെന്ന് വിചാരിച്ച് വന്നതാണ്. നാഷണലിൽ പോയിട്ടുണ്ട്, ഹഡിൽസിൽ തന്നെ പോയിട്ടുണ്ട്. പിന്നെ 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ പിന്നെ ഇന്റർവേഴ്സിറ്റി അങ്ങനെയൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. 200 മീറ്റർ കോമ്പറ്റീഷനിൽ പങ്കെടുത്താണ്. അധ്യാപകരുടെ മത്സരത്തിൽ സ്കൂൾസ് ലെവലിൽ എറണാകുളത്ത് വെച്ച് നടന്നു. പിന്നീടുള്ള ജീവിതം അധ്യാപികയായ ശേഷം അധികം മത്സരങ്ങളിലൊന്നും പങ്കെടുത്തിരുന്നില്ല. ആരാധന സന്യാസ സഭ അംഗമാണ് സിസ്റ്റർ. കൈരളി ന്യൂസ്, വയനാട്.